നമസ്കാരം. പ്രധാന വാർത്തകൾ. ADM നവീൻ ബാബുവിന്റെ മരണം. ഹൈക്കോടതിയിൽ അപ്പീൽ നൽകി ഭാര്യ മഞ്ജുഷ. CBI അന്വേഷണം ആവശ്യപ്പെട്ടാണ് കുടുംബം ഹൈക്കോടതിയിൽ അപ്പീൽ നൽകിയത്. മരണ കൊലപാതകമെന്ന് സംശയമുണ്ടെന്നും സംസ്ഥാന പോലീസ് അന്വേഷണം തൃപ്തികരമല്ല എന്നുമാണ് അപ്പീലിലുള്ളത്. സമാന ആവശ്യം നേരത്തെ സിംഗിൾ ബെഞ്ച് തള്ളിയിരുന്നു. വസ്തുതകൾ കാര്യമായി പരിശോധിക്കാതെയാണ് ഉത്തരവെന്നും തങ്ങൾക്ക് നീതി കിട്ടണമെങ്കിൽ CBI അന്വേഷണം വേണമെന്നുമാണ് ഭാര്യ മഞ്ജുഷ ആവശ്യപ്പെട്ടിരിക്കുന്നത്. ഹർജി ഡിവിഷൻ ബെഞ്ച് പരിഗണിക്കും. സംസ്ഥാനത്ത് ബസ്സുകളിൽ ഇനി മുതൽ ക്യാമറ നിർബന്ധം. സംസ്ഥാനത്തെ എല്ലാ ബസ്സുകളിലും ക്യാമറ സ്ഥാപിക്കണമെന്ന് സ്റ്റേറ്റ് ട്രാൻസ്പോർട്ട് അതോറിറ്റി ഉത്തരവ്. KSRTC സ്വകാര്യ ബസ്സുകൾ, സ്കൂൾ ബസ് എന്നിവയ്ക്കാണ് ഉത്തരവ് ബാധകമാകുന്നത്. ബസിന്റെ മുൻവശം, പിൻവശം, അകഭാഗം കാണുന്ന രീതിയിൽ 3 ക്യാമറകളാണ് സ്ഥാപിക്കേണ്ടത്. മാർച്ച് 31 മുമ്പ് ക്യാമറ സ്ഥാപിക്കണമെന്നാണ് നിർദ്ദേശം. ഡ്രൈവർ ഉറങ്ങിപ്പോകുന്നത് പരിശോധിക്കാനുള്ള അലാറം ക്യാമറയും ഘടിപ്പിക്കാൻ നിർദ്ദേശമുണ്ട്. ചോറ്റാനിക്കരയിലെ വീടിനുള്ളിൽ അവശനിലയിൽ 19-കാരിയെ കണ്ടെത്തിയ സംഭവം. ആൺ സുഹൃത്തിനെ പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഗുരുതരാവസ്ഥയിലായ പെൺകുട്ടി ആശുപത്രിയിൽ ചികിത്സയിലാണ്. ഞായറാഴ്ചയാണ് പെൺകുട്ടിയെ അർദ്ധനഗ്നയായി അവശനിലയിൽ കണ്ടെത്തിയത്. കഴുത്തിൽ കയർ മുറുക്കി പരിക്കേറ്റ നിലയിലായിരുന്നു പെൺകുട്ടി. 19-കാരിയുടെ കയ്യിൽ ഒരു മുറിവുണ്ടായിരുന്നു. ഈ മുറിവിൽ ഉറുമ്പരിച്ചിരുന്നതായും കണ്ടെത്തിയിട്ടുണ്ട്. അതേസമയം പെൺകുട്ടി മർദ്ദനത്തിനിരയായതായി പോലീസ് പറയുന്നു. കസ്റ്റഡിയിലെടുത്ത സുഹൃത്ത് മുമ്പും തല്ലിക്കേസിലെ പ്രതിയാണ്. ഇയാൾ കയർ കഴുത്തിൽ കുരുക്കിയതാണോ എന്നാണ് ഉയരുന്ന സംശയം. ഇരുവരും തമ്മിൽ സംഭവ ദിവസം തർക്കം നടന്നതായും പോലീസ് പറഞ്ഞു. ബ്രൂവറി വിവാദത്തിൽ ക്യാബിനറ്റ് നോട്ട് പുറത്തുവിട്ട പ്രതിപക്ഷ നേതാവ്. അനുമതി നൽകിയതിൽ മറ്റ് വകുപ്പുകളുമായി ആശയവിനിമയം നടന്നില്ലെന്ന് ക്യാബിനറ്റ് നോട്ടിൽ പറയുന്നു. കൃഷി, ജലവകുപ്പുകളുമായി ആലോചിച്ചില്ല. അതിനിടെ ബ്രൂവറിയിൽ എതിർപ്പ് പരസ്യമാക്കി CPI മുഖപത്രവും രംഗത്തെത്തി. ബ്രൂവറി പ്ലാന്റ് കൃഷിക്കാരിലും കർഷക തൊഴിലാളികളിലും ആശങ്ക ഉണ്ടാക്കിയെന്നാണ് വിമർശനം. വെള്ളം മദ്യനിർമ്മാണ കമ്പനിക്ക് വിട്ടു നൽകിയാൽ നെൽകൃഷി ഇല്ലാതാവും. സംസ്ഥാന താൽപര്യത്തിന് നിരക്കാത്ത പദ്ധതിയിൽ നിന്ന് സർക്കാർ പിന്മാറണമെന്നും ലേഖനത്തിൽ പറയുന്നു. പാർട്ടി ദേശീയ കൗൺസിൽ അംഗം സത്യൻ മൊഖേരിയുടേതാണ് ലേഖനം. യുവതിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. പിന്നാലെ ഭീഷണി. യുവതിയുടെ വീട്ടിലെത്തി 23-കാരൻ തീ കൊളുത്തി മരിച്ചു. കുട്ടനെല്ലൂരിലാണ് സംഭവം. കണ്ണാറ സ്വദേശി ഒലയാനിക്കൽ വീട്ടിൽ അർജുൻലാലാണ് മരിച്ചത്. 23 വയസ്സായിരുന്നു. മരിച്ച അർജുൻലാലും യുവതിയും തമ്മിൽ പരിചയമുണ്ടായിരുന്നുവെന്നാണ് അർജുന്റെ സുഹൃത്തുക്കൾ പറയുന്നത്. എന്നാൽ 1 വർഷത്തോളം ഇരുവരും അകൽച്ചയിലായിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം അർജുൻ ഈ യുവതിയുടെ ചിത്രം സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ചു. ഇതോടെ യുവതിയും വീട്ടുകാരും യുവാവിനെ വിളിച്ച് ചിത്രം നീക്കം ചെയ്യാൻ ആവശ്യപ്പെട്ടു. എന്നാൽ ചിത്രം നീക്കം ചെയ്യില്ലെന്ന്, വീട്ടിലെത്തി ആത്മഹത്യ ചെയ്യുമെന്ന് പറഞ്ഞ് അർജുൻ യുവതിയെ ഭീഷണിപ്പെടുത്തുകയായിരുന്നു. ഇതിനിടെ കഴിഞ്ഞ ദിവസം സുഹൃത്തുക്കൾക്കിടയിൽ നിന്നാണ് അർജുൻ യുവതിയുടെ വീട്ടിലേക്ക് പോകുന്നത്. തുടർന്ന് യുവതിയുടെ വീടിന് പുറത്ത് വെച്ച് പെട്രോൾ ദേഹത്തൊഴിച്ച് സിറ്റൌട്ടിൽ കയറി തീ കൊളുത്തുകയായിരുന്നു. ഒപ്പം യുവതിയുടെ വീടിന്റെ ചില്ലുകൾ യുവാവ് എറിഞ്ഞുടയ്ക്കുകയും ചെയ്തു. വിവരമറിഞ്ഞെത്തിയ ഒല്ലൂർ പോലീസാണ് പൊള്ളലേറ്റ നിലയിൽ യുവാവിനെ ആശുപത്രിയിലേക്ക് മാറ്റിയത്. ഗുരുതരമായി പൊള്ളലേറ്റ അർജുൻലാൽ ചികിത്സയിലിരിക്കെ തന്നെ മരിക്കുകയായിരുന്നു. ഇരിക്കൂർ ആയിപ്പുഴയിൽ ഹൈസ്കൂൾ വിദ്യാർത്ഥി പുഴയിൽ ഒഴുക്കിൽപ്പെട്ട് മരിച്ചു. ഇരിക്കൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ 9ാം ക്ലാസ് വിദ്യാർത്ഥി C മുഹമ്മദ് ഷാമിലാണ് മരിച്ചത്. 14 വയസ്സായിരുന്നു. ആയിപ്പുഴ പാറമേൽ ഏരിയ നാക്കരപ്പെട്ടി ഹൗസിൽ ഔറംഗസേബിന്റെയും N റഷീദയുടെയും മകനാണ്. ഇന്ന് രാവിലെ ഇരിക്കൂർ ആയിപ്പുഴ പുഴക്കടവിൽ കൂട്ടുകാരോടൊപ്പം കുളിക്കാൻ പോയപ്പോൾ വഴുതി വീണ് ഒഴുക്കിൽപ്പെടുകയായിരുന്നു. കൂട്ടുകാർ ഉച്ചത്തിൽ നിലവിളിച്ചപ്പോൾ പുഴയോരത്തുണ്ടായിരുന്ന അന്യസംസ്ഥാന തൊഴിലാളികൾ ഓടിയെത്തി കുട്ടിയെ പുറത്തു കയറ്റിയ ശേഷം നാട്ടുകാർ ഉടൻ തന്നെ പരിയാരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിൽ എത്തിച്ചെങ്കിലും രക്ഷിക്കാനായില്ല. മട്ടന്നൂർ പോലീസ് ഇൻക്വസ്റ്റ് നടത്തി. നെന്മാറ ഇരട്ടക്കൊലപാതക കേസിലെ പ്രതി ചെന്താമരയെ റിമാൻഡ് ചെയ്തു. ആലത്തൂർ മജിസ്ട്രേറ്റ് കോടതിയാണ് പ്രതിയെ 14 ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തിരിക്കുന്നത്. ഫെബ്രുവരി 12 വരെയാണ് റിമാൻഡ് കാലാവധി. പ്രതിയെ ആലത്തൂർ സബ് ജയിലിലേക്ക് കൊണ്ടുപോകും. ഒരു കുറ്റബോധവുമില്ലാതെയാണ് പ്രതി കോടതിയിൽ ജഡ്ജിക്ക് മുന്നിൽ നിന്നത്. മറ്റ് പരിക്കുകൾ എന്തെങ്കിലും ഉണ്ടോ എന്ന് കോടതി ചോദിച്ചപ്പോൾ ഒരു കാര്യം പറയാനുണ്ടെന്ന് ചെന്താമര കോടതിയിൽ പറയുകയായിരുന്നു. തന്നെ എത്രയും വേഗം ശിക്ഷിക്കണമെന്നായിരുന്നു കോടതിയിൽ ചെന്താമരയുടെ ആവശ്യം. 100 വർഷം വരെ ശിക്ഷിച്ചോളൂവെന്നും പ്രതി കോടതിയിൽ ആവശ്യപ്പെട്ടു. എല്ലാം ചെയ്തത് ഒറ്റയ്ക്കാണെന്നും പരിക്കുകളൊന്നുമില്ലെന്നും പരാതിയില്ലെന്നും ചെന്താമര വ്യക്തമാക്കി. മകളുടെയും മരുമകന്റെയും മുന്നിൽ തല കാണിക്കാൻ പറ്റില്ലെന്നും ചെന്താമര കോടതിയെ അറിയിച്ചു. വീട്ടിൽ കളിക്കുന്നതിനിടെ കാണാതായി. 2 വയസ്സുകാരുടെ മൃതദേഹം തോട്ടിൽ. വടകര
വക്കീൽ പാലത്തിന് സമീപം പുഴയിലാണ് 2 വയസ്സുകാരിയെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. കുറുക്കോത്ത് KC ഹൗസിൽ ഷമീറിന്റെയും മുന്താസിന്റെയും മകൾ ഹവ്വ ഫാത്തിമയാണ് മരിച്ചത്. വീടിന്റെ സമീപത്തുകൂടി ഒഴുകുന്ന തോട്ടിലാണ് മൃതദേഹം കണ്ടെത്തിയത്. ഇന്ന് കളിക്കുന്നതിനിടെ കുട്ടിയെ കാണാതാവുകയായിരുന്നു. വീട്ടുകാർ നടത്തിയ തെരച്ചിലിനൊടുവിലാണ് കുട്ടിയെ തോട്ടിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഓടിക്കൊണ്ടിരുന്ന സ്കൂൾ ബസിനുള്ളിൽ കത്തിക്കുത്ത്. 9ാം ക്ലാസ് വിദ്യാർത്ഥിയെ കുത്തിയത് +1 വിദ്യാർത്ഥി. പട്ടിയൂർക്കാവിലാണ് സംഭവം. നെട്ടയത്തെ സ്വകാര്യ സ്കൂളിന്റെ ബസ്സിൽ വെച്ച് +1 വിദ്യാർത്ഥി 9ാം ക്ലാസ് വിദ്യാർത്ഥിയാണ് കുത്തി പരിക്കേൽപ്പിച്ചത്. നെട്ടയം മലമുകളിൽ വെച്ചാണ് ബസ്സിനുള്ളിൽ ആക്രമണം നടന്നത്. കുത്തേറ്റ വിദ്യാർത്ഥിയെ ഉടനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയ്ക്കായി പ്രവേശിപ്പിച്ചു. കുത്തിയ വിദ്യാർത്ഥി വട്ടിയൂർക്കാവ് പോലീസിന്റെ കസ്റ്റഡിയിലാണ്. കത്തിയും പോലീസ് കണ്ടെടുത്തിട്ടുണ്ട്. ലീഗിന്റെ വേദിയിലെത്തി PV അൻവർ. മലയോര യാത്രയിലേക്ക് ക്ഷണിച്ച UDF-ന്റെ മലയോര യാത്രയിൽ PV അൻവർ പങ്കെടുത്തേക്കുമെന്ന വാർത്തകൾക്ക് പിന്നാലെ മുസ്ലിം ലീഗിന്റെ പരിപാടിയിൽ പങ്കെടുത്ത PV അൻവർ. ലീഗ് സംസ്ഥാന കമ്മിറ്റി മലപ്പുറം പോത്തുകലിൽ സംഘടിപ്പിക്കുന്ന പരിപാടിയിലേക്കാണ് PV അൻവർ എത്തിയത്. ലീഗിന്റെ പ്രളയ പുനരധിവാസ പദ്ധതിയുടെ ഭാഗമായുള്ള 10 വീടുകളുടെ താക്കോൽദാനത്തിലാണ് PV അൻവർ പങ്കെടുത്തത്. PK കുഞ്ഞാലിക്കുട്ടി, സാദിഖ് അലി ശിഹാബ് തങ്ങൾ എന്നീ ലീഗ് നേതാക്കൾക്കൊപ്പമാണ് PV അൻവർ പരിപാടിയിൽ പങ്കെടുത്തത്.